എന്നും ലെനോവോയുടെ ലാപ്ടോപ്പുകൾ മാത്രമേ പരിചയപ്പെടുത്തുന്നു എന്നൊരു പരാതിയുണ്ട്. എന്നാൽ ഇന്ന് വെറൈറ്റി ആയിട്ട് ലെനോവോയുടെ ഒരു ടാബ്ലറ്റ് അങ്ങ് പരിചയപ്പെടുത്താം. ലെനോവോയുടെ ടാബ് പ്ലസ്. ഇത് എന്റെ ഒരു ഫേവറേറ്റ് ഡിവൈസ് ആണ്. കാരണം ഇതിനെ ഒരു സെക്കൻഡറി മോണിറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ടേബിൾ ക്ലോക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഒരു മിനി ഡെസ്ക്ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറയാം. ബിൽഡ് ക്വാളിറ്റി വൈസ് ഒരു കിടിലൻ സാധനം തന്നെയാണ് ലെനോവോ ടാബ് പ്ലസ്. കാരണം അലൂമിനിയം ബോഡിയാണ് വരുന്നത്, അതിനകത്ത് തന്നെ ഒരു മെറ്റലിലുള്ള കിക്ക് സ്റ്റാൻഡും അവൈലബിൾ ആണ്. ആ ഹിഞ്ചസിന്റെ ഡിസൈൻ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത്രയും മനോഹരമായി ഹിഞ്ചസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ചില പപ്പടം പോലെ പൊട്ടുന്ന ചില കമ്പനി ലാപ്ടോപ്പുകൾ ഉണ്ട്, അവന്മാരൊക്കെ പോയി ഒന്ന് കണ്ട് പഠിക്കണം ഇതൊക്കെ. MediaTek G99 ഒക്ടാകോർ പ്രോസസർ ആണ് വരുന്നത്. റാം 8GB, സ്റ്റോറേജ് 256GB, മൈക്രോ SD സ്ലോട്ടും നമുക്ക് അവൈലബിൾ ആണ്. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 8600 mAh, ഒരു 45 വാട്ട്സ് ടൈപ്പ് സി അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്, 400 നിറ്റ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ഐ സേഫ് ആണ്, കാരണം TUV റെയിൻഹാൻഡ് സർട്ടിഫൈഡ് ആണ്. സോ അതുകൊണ്ട് ലോങ് ടൈം റീഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യാതൊരു സ്ട്രെയിനും കണ്ണിനുണ്ടാവില്ല. 26 വാട്ട്സ് ഔട്ട്പുട്ട് ഉള്ള 8 JBL ഫൈൻ ട്യൂൺഡ് സ്പീക്കേഴ്സ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സൗണ്ട് എക്സ്പീരിയൻസ് ശരിക്കും കേട്ട് തന്നെ മനസ്സിലാക്കണം, എങ്കിലും ഒരു മൈക്രോഫോണിന്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് കൊണ്ട് തന്നെ ലെനോവോ ഇതിനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. മറ്റ് ഡിവൈസുകളിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്ത് നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാം. വളരെ എക്സലന്റ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഒരു കീബോർഡും മൗസും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായി ഡെസ്ക്ടോപ്പ് മോഡിൽ ഇട്ട് ഇതിനെ ഒരു ഡെസ്ക്ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവിധ പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻസും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം, വിൻഡോസ് ആപ്ലിക്കേഷൻസ് ഒരിക്കലും ഇതിൽ വർക്ക് ചെയ്യില്ല. ലെനോവോ ടാബ്ലറ്റ് എന്ന് പേരുണ്ടെങ്കിലും ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് മോട്ടോറോളയാണ്. അതുകൊണ്ട് തന്നെ ലെനോവോയുടെ സ്മാർട്ട് കണക്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് ലെനോവോ ലാപ്ടോപ്പുകളിൽ നിന്ന് നമുക്ക് സെക്കൻഡറി ഡിസ്പ്ലേ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അത് പല ട്രേഡേഴ്സിനും എഡിറ്റേഴ്സിനും എല്ലാം വളരെ യൂസ്ഫുൾ ആവും. ഒരു ഡുവൽ സ്ക്രീൻ സെറ്റപ്പിന്റെ പോസിബിലിറ്റീസ് വളരെ വലുതാണ്. അത് ഡെവലപ്പേഴ്സ്, എഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ട്രേഡേഴ്സ് എല്ലാവർക്കും വളരെ ഭംഗിയായി അറിയാവുന്നതാണ്. ക്യാമറയെ നമ്മൾ പറയാൻ മറന്നുപോയതല്ല, 8MP റെസൊല്യൂഷനുള്ള ഫ്രണ്ടും ബാക്കും ക്യാമറാസ് ആണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിന് വൈഫൈ കണക്ടിവിറ്റി മാത്രമേ വരുന്നുള്ളൂ, എങ്കിലും ഇതിനകത്ത് മറ്റ് ടാബ്ലറ്റുകളിൽ നിന്ന് വിഭിന്നമായി GPS ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാവിഗേഷൻ പോസിബിൾ ആണ് എന്നൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഡിവൈസ് എന്റെ ഫേവറേറ്റ് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിന്റെ ആക്സസറീസും ബാക്കി കാര്യങ്ങളും എല്ലാം ലെനോവോയിൽ തന്നെ അവൈലബിൾ ആണ്.